ത്രിതല പഞ്ചായത്തിന്റെ റിസൾട്ട് ഇങ്ങനെ പുറത്തു വരുമ്പോൾ UDFന്റെ പ്രവർത്തകർക്ക് വലിയൊരു ആഹ്ലാദ പ്രകടനം നടത്താൻ്റെ സന്തോഷത്തിലൊന്നുമല്ല ഉള്ളത്. പക്ഷെ ആ വിഷയത്തെപ്പറ്റി നമുക്ക് സംസാരിക്കണമെങ്കിൽ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലങ്ങൾ പുറത്തു വരണം. പക്ഷേ ഇപ്പോഴും ഞാൻ പെട്ടെന്ന് തന്നെ ലൈവിൽ വന്നത് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും പ്രവർത്തകരെ വലിയ വേദന ഉണ്ടാക്കുന്ന ചില പരാജയങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട കേരളത്തിലെ KPCC പ്രസിഡന്റിൻ്റെ വാർഡിനകത്ത് ഞങ്ങളിത് പരാജയപ്പെട്ടു. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ വാർഡിനകത്തും ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്. ഒരു വാർഡിനകത്ത് പോലും വിജയിപ്പിക്കാൻ കഴിവില്ലാത്ത ഇവർ ഈ പാർട്ടി എങ്ങനെയാണ് മുന്നോട്ട് നയിക്കുക? കോൺഗ്രസിൻ്റെ നല്ല പ്രതാപകാലത്ത് അതിൻ്റെ സുഖങ്ങൾ അനുഭവിച്ചല്ലാതെ പാർട്ടി ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇവർക്ക് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയില്ല എന്നതിൻ്റെ ഉദാത്തമായ തെളിവല്ലേ ഈ രണ്ട് പരാജയവും? അത് നമ്മൾ എടുത്തു പറയണ്ടേ? ഇപ്പം നമുക്ക് നോക്കാം, എന്തൊക്കെ നെറികേട് നടത്തിയ ഭരണകൂടം കേരളത്തിലുണ്ടാകുമ്പോൾ ആ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ആ ഏരിയയിൽപ്പെട്ട എല്ലാ വാർഡിനകത്തും ആ പാർട്ടി വിജയിക്കുക. മനസ്സിലാക്കണം നിങ്ങൾ. എന്നാൽ ഇത്രമാത്രം അലിഗേഷൻ ഉണ്ടായിട്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ അവരുടെ വാർഡിനകത്ത് ഞങ്ങൾ പരാജയപ്പെടുക, എത്ര വിചിത്രമായ കാര്യങ്ങളാണ്. പിന്നെ കോൺഗ്രസും UDFും വിജയിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരെയൊന്നും മിടുക്കുകൊണ്ടല്ല. കാരണം സാധാരണ അടിത്തട്ടിൽ നിൽക്കുന്ന പ്രവർത്തകരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയെങ്കിലും കോൺഗ്രസ് അല്ലെങ്കിൽ UDF സംവിധാനം മുന്നോട്ട് പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത്തരം പിള്ള നേതാക്കന്മാർ ഇനി സ്വമേധയ ഇത്തിരിയെങ്കിലും ആത്മാഭിമാനം ഇവരുടെ ശരീരത്തിന് ബാക്കിയുണ്ടെങ്കിൽ ആ സ്ഥാനം രാജിവെച്ച് അർഹതപ്പെട്ട നേതാക്കന്മാർ പിറകിലുണ്ട്. ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ നല്ല കഴിവുള്ള നേതാക്കന്മാരുണ്ട്. അവർക്ക് സ്ഥാനം ഒഴിഞ്ഞ് കൊടുക്കുക വേണ്ട. അല്ലാതെ ഇനിയും ഇതിന് ഉടായിപ്പും വിടുവായിത്വം പറഞ്ഞ് ആ തോൽവിയെ ന്യായീകരിക്കുന്ന ഈ പ്രവണത ഒന്ന് അവസാനിപ്പിക്കണം. ഇതേ പ്രതിപക്ഷ നേതാവിനോട് എനിക്ക് എല്ലാ സ്നേഹവും ബഹുമാനവും ഉണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനകത്തും ഞങ്ങൾക്ക് ഒരു സീറ്റ് നഷ്ടപ്പെട്ടത് ഇതേ പ്രതിപക്ഷ നേതാവിന്റെ ആ നിയോജക മണ്ഡലത്തിലുള്ള ഭൂരിപക്ഷത്തിന്റെ കുറവ് കൊണ്ട. അവിടെ കിട്ടിയത് അന്ന് BJPക്കാണ് മാർജിൻ, BJP ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നത്. ഇപ്പോഴും പ്രതിപക്ഷ നേതാവിന്റെ വാർഡിനകത്ത് വിജയിച്ച് കയറിയത് BJPയാ. നോക്കൂ ഇവിടെ. അപ്പൊ ഇവിടെ ഒരു ഊഹാപോഹങ്ങൾ കോൺഗ്രസിന് നേരെ ഉണ്ട്. അത് ഏകദേശം യാഥാർത്ഥ്യത്തിലേക്ക് പോകുന്ന ഒരു തരത്തിലേക്കാണ് ഇപ്പൊ പഞ്ചായത്ത് ലോക്കൽ ബോർഡ് ഇലക്ഷന്റെ വിജയങ്ങളും അല്ലെങ്കിൽ നമ്മുടെ പരാജയങ്ങളും നമ്മളെ ചൂണ്ടിക്കാണിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനിയും ഈ പ്രസ്ഥാനം ഒരുപാട് നിങ്ങൾക്ക് തന്ന്, എല്ലാ സ്ഥാനമാനങ്ങളും നന്ന്, ഇതിനെക്കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കാവുന്ന എല്ലാ സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാക്കി. ഇനിയെങ്കിലും പാർട്ടിയോട് അല്ലെങ്കിൽ ഈ രാജ്യത്തോട് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തോട് ഇത്തിരി കൂറുണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് കഴിവുള്ളവർക്ക് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ കഴിവുള്ള ഒട്ടനവധി നേതാക്കന്മാരുണ്ട്. അവരുടെയൊക്കെ വാർഡിനകത്ത് ഈ പ്രസ്ഥാനം വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു നേതാവിന്റെ പേരെടുത്ത് പറയുമ്പോൾ ആ നേതാവിന്റെ എന്താ പറയേണ്ടത്, പെട്ടി താങ്ങിയാണോ അല്ലെങ്കിൽ ആ നേതാവിനെ അതിലിട്ട് സ്നേഹിക്കുന്നത് കൊണ്ടാണോ എന്നൊന്നും ആരും ധരിക്കാനും പാടില്ല. പക്ഷെ വസ്തുതകൾ വെച്ച് നമുക്ക് സംസാരിക്കാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. കണ്ണൂരിൽ തന്നെ എടുത്ത് പരിശോധിക്കുക. CPMന്റെ ഈറ്റില്ലമ അല്ലേ? അവിടെ കോൺഗ്രസിന്റെ പ്രവർത്തകരും UDFന്റെ പ്രവർത്തകരും അനുഭവിക്കുന്ന ദുരിതത്തിന് കണക്കും അതായത് കയ്യും എന്ന കണക്കും ഇല്ല എന്ന് തന്നെ പറയാം. അത്രമാത്രം പീഡനങ്ങൾ ഏറ്റുവാകുന്ന ആ ജില്ലക്കകത്ത് നിങ്ങൾ പരിശോധിക്കുക. CPMന്റെ കൊട്ടക്കൊത്തളത്തിൽ കയറി ഞങ്ങൾ പല വാർഡുകളും പിടിച്ചെടുത്തിട്ടുണ്ട് ഇല്ലേ? പിന്നെ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇതേ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവ് അടക്കം ആന്തൂരിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നടത്തുന്നതായിട്ട് ഞാൻ കണ്ടു. അന്നൊന്നും ഞാൻ പ്രതികരിച്ചിട്ടില്ല. അവർ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ 4000 വോട്ട് സുധാകരന് കിട്ടിയതിന്റെ മഹിമയൊക്കെ എടുത്തങ്ങ് പറയുന്നത് കേട്ട് ഇവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കിട്ടിയ തരത്തിലേക്ക് ഇവർ ചിത്രീകരിക്കുന്നതൊക്കെ ഞാൻ കണ്ടു. പക്ഷെ അത്തരം ഒരു ആ 4000 വോട്ട് ബഹുമാനപ്പെട്ട പിന്നെ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റിന്റെ പെട്ടിയിലേക്ക് വരാനുണ്ടായ സാഹചര്യം ഏത് തരത്തിലാ എന്ന് ഇവർ ആരും വിശദീകരിച്ചിട്ടില്ല. അന്ന് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന, കോൺഗ്രസിനെ അതിരറ്റ് എന്താ പറയുന്നത് നെഞ്ചിലേറ്റ് നടക്കുന്ന ഒരു പറ്റം പ്രവർത്തകന്മാർ, അതായത് ഞാൻ മനസ്സിലാക്കുന്നത് അജിത് ഭായിയുടെ നേതൃത്വത്തിൽ സ്ത്രീകളടങ്ങുന്ന 34 പേര് ആ ഇലക്ഷൻ പ്രചാരണവുമായിട്ട് ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റിന്റെ ഈറ്റില്ലമായ കോട്ടക്കൊത്തളമായ ആന്തൂരിലേക്ക് കടന്നു ചെന്നു.
ഇല്ലേ? നിഷേധിക്കാൻ കഴിയോ? ഒരു നേതാക്കളും വാർത്താ സമ്മേളനത്തിൽ വിളിച്ചു പറയുമ്പോൾ അതിനെപ്പറ്റി ഞാൻ പറയുന്നത് ഞാൻ കേട്ടില്ല. അങ്ങനെ അവരവിടെ പോയി ആ ആന്തൂര് മേഖലയിലെ എല്ലാ വീടിനകത്തും കയറി നോമിനേഷനും അഭ്യർത്ഥനയും കൊടുത്തു. കോൺഗ്രസിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചതിന്റെ ഭാഗമായിട്ടാണ് അന്ന് 4000 വോട്ട് ആ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് ആന്തൂര് മേഖലയിൽ നിന്ന് കോൺഗ്രസിന്റെ പെട്ടിയിൽ വീണത്. അല്ലാതെ ഈ പറയുന്ന നേതാക്കന്മാരൊന്നും അവിടെ പോയി പ്രവർത്തിച്ചിട്ടൊന്നുമല്ല. അന്ന് ഈ 34 പേരിൽ ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നത് 13ഓളം സ്ത്രീകളുണ്ട്. അതും എവിടുന്ന്? ഇരിട്ടിയിൽ നിന്ന് വരുന്ന, ഉളുക്കൽ നിന്ന് വരുന്ന സീന തൊട്ട് ഇങ്ങ് കൂത്തുപറമ്പ് തലശ്ശേരിയിൽ തൊട്ട് സിനു പ്രമോദ് തൊട്ട് അബിത തൊട്ട് അങ്ങനെ 10-14 സ്ത്രീകൾ അടക്കം അവിടെ പോയി. ആ സ്ത്രീകളെ കൈക്ക് പോലും അവിടെ കാബാലിക കൂട്ടങ്ങളായ കമ്മ്യൂണിസ്റ്റുകാർ കയറി പിടിച്ചിട്ടുണ്ട്. എന്നാൽ അത്രമാത്രം ത്യാഗങ്ങൾ അനുഭവിച്ച് ഈ പ്രസ്ഥാനത്തോടുള്ള സ്നേഹം കൊണ്ട് അവര് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ട് മാത്രമാണ് അവിടെ ഞങ്ങൾക്ക് ആ പ്രദേശത്ത് അത്രയും വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞത്. എന്നിട്ട് അതിനൊരു നാണവും മാനവും ഉളുപ്പും ഇല്ലാതെ ഈ കഴിഞ്ഞ 4 ദിവസം മുമ്പ് ആന്തൂരിന്റെ ജനാധിപത്യത്തെക്കുറിച്ച് ഈ കോൺഗ്രസിന്റെ ഈ പറയുന്ന നേതാക്കന്മാർ അന്ന് ഈ വാർത്താ സമ്മേളനം വിളിച്ച് പറയുമ്പോൾ സത്യമായിട്ട് പറയാം, ഒരിലോട് പുച്ഛ എനിക്ക് തോന്നിയത്. ഒരിലോട് പുച്ഛോ. ഒന്നാമത് പാർട്ടി പ്രവർത്തകർക്ക് സംരക്ഷണം കൊടുക്കുന്നില്ല. ഇനി കോൺഗ്രസിന്റെ പ്രവർത്തകർ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് എന്തെങ്കിലും പരിക്ക് പറ്റിയാലോ എന്തെങ്കിലും സംഭവിച്ചാലോ അത് നേതാക്കന്മാരോട് പറയുമ്പോൾ ഒരു ഊച്ചാളി വർത്താനമുണ്ട്. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. എന്താണോ ഈ നിയമം കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് മാത്രം ബാധകം? അതെയോ? അപ്പൊ അവിടെ പോലും കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് സഹായം ചെയ്യാത്ത ഈ നേതൃത്വം ഉള്ള കാലത്തോളം ഇനി പാർട്ടിയുടെ പോക്ക് എങ്ങോട്ടാന്നുള്ള കാര്യം എനിക്കറിയില്ല. ഉദാഹരണം ഞാൻ പറയാ, കഴിഞ്ഞ എന്റെ വാർഡിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്വാഭാവികമായിട്ട് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് CPM സ്ഥാനാർത്ഥിയായി നിന്നത്. അപ്പൊ ഞാനായിട്ട് ബന്ധപ്പെടുന്ന ഒരു പ്രദേശമാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെയുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ഞങ്ങളെ കോൺഗ്രസ് പാർട്ടിയും അതുപോലെ UDF സംവിധാനത്തിലും വിശ്വസിക്കുന്ന പെണ്ണുങ്ങൾ, ഞാനായിട്ട് ബന്ധമുള്ള പെണ്ണുങ്ങളോട് വെറുതെ ഞാൻ തമാശയ്ക്ക് ചോദിച്ചു, അവരെ വികാരം മനസ്സിലാക്കണമല്ലോ. നിങ്ങൾ ഇപ്രാവശ്യം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം, കാരണം വെച്ചാൽ നമ്മളെ നാട്ടുകാരനാണ്, നമ്മൾ അറിയുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളങ്ങ് വോട്ട് ചെയ്തേ, പഞ്ചായത്തല്ലേ, നമ്മളൊന്നും നോക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. എന്തിന്? അവരുടെ മനസ്സ് ഞാൻ ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടി. എന്താണ് ഇവർ ചിന്താഗതി നോക്കണല്ലോ സ്ത്രീകളെ. അപ്പൊ ആ സ്ത്രീകൾ പറഞ്ഞത് എന്താണെന്നറിയോ? കുടുംബക്കാരെല്ലാം അങ്ങ് വീട്ടിനകത്ത്. പക്ഷേ ഞങ്ങൾ ചെറുപ്പം മുതൽ ചെയ്തു വന്നത് കൈക്കും കോണിച്ചിഹ്നത്തിനുമാണ്. അത് മരണം വരെ അങ്ങനെ തന്നെ പോകും. അതിനപ്പുറത്തേക്ക് ഏത് നാട്ടുകാരനല്ല, ഏത് കുടുംബക്കാരനല്ല, ആര് നിന്നാലും നമ്മൾ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ ആ സ്ത്രീകളുടെ വികാരമുണ്ടല്ലോ, ആ വാശിയുണ്ടല്ലോ, അതാണോ യഥാർത്ഥ പ്രസ്ഥാനം? അതാണ് യഥാർത്ഥ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവർ. അങ്ങനെ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവർ ഉള്ളത് കൊണ്ടാണ് താൽക്കാലികം 5 വർഷം കഴിയുമ്പോഴെങ്കിലും നമ്മൾക്ക് ഭരണം തിരിച്ചു കിട്ടുന്നുള്ള യാഥാർത്ഥ്യബോധം ഈ പറയുന്ന നേതാക്കന്മാർ മനസ്സിലാക്കുക. ഒറ്റ കാര്യം കൂടി ഞങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വൈകുന്നേരം പറയാം. അവസാനമായിട്ടും ഞാൻ അങ്ങ് പറയാം, കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരത്തെ നിങ്ങൾ എന്താ പറയുക ചൂഷണം ചെയ്യാൻ പാടില്ല. സ്വന്തം വാർഡിനകത്ത് വിജയിപ്പിച്ച് ആ എടുക്കാൻ പറ്റാത്ത നേതൃത്വമുള്ള ഒരു പാർട്ടിയായി കോൺഗ്രസ് അധംപതിക്കുമ്പോൾ ഇത്തിരിയെങ്കിലും പാർട്ടി തന്നതിനെങ്കിലും നന്ദിയും കൂറും നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനത്തെ രക്ഷിക്കാൻ വേണ്ടി മാന്യമായി രാജിവെച്ച് അടിത്തട്ടിൽ പോയി പ്രവർത്തിച്ച് 10 ആളെ കൂടെ നിർത്താനെങ്കിലും ഒന്ന് ശ്രമിക്കൂ. അതിനുശേഷം ഈ സ്ഥാനമാനങ്ങൾ വഹിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ വൈകുന്നേരം പറയാമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് താൽക്കാലികമായിട്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് നാഷണൽ കോൺഗ്രസ്. അവസാനമായിട്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന, എന്റെ ശബ്ദങ്ങൾ ശ്രമിക്കുന്ന എന്റെ പാർട്ടി പ്രവർത്തകരോട് പറയാനുള്ളത്, പാർട്ടിക്കകത്ത് നിന്ന് നേട്ടങ്ങൾ പ്രതീക്ഷിച്ചിട്ട് ഞാൻ ഇന്നുവരെ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ടില്ല. നാളുകളിലും അങ്ങനെയല്ല. എന്റെ വികാരം കോൺഗ്രസ് എന്ന ആശയമാണ്, കോൺഗ്രസ് എന്ന പ്രത്യശാസ്ത്രമാണ്, കോൺഗ്രസ് എന്ന വലിയ ആ പാർട്ടിയാണ്. അതിനകത്ത് നേതാക്കന്മാർ കഴിവുണ്ടെങ്കിൽ അവർ അംഗീകരിക്കാനോ, പ്രസ്ഥാനത്തിന് വേണ്ടി നല്ലത് ചെയ്യുന്നുണ്ടെങ്കിൽ അംഗീകരിക്കാനോ, അവർക്ക് വേണ്ടി ശബ്ദിക്കാനോ എനിക്ക് യാതൊരു മടിയുമില്ല. പക്ഷെ ഈ പ്രസ്ഥാനത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാനും പ്രസ്ഥാനത്തിൽ നിന്ന് കിട്ടുന്ന സുഖങ്ങൾ അനുഭവിച്ച് പ്രസ്ഥാനത്തിന് 10 പൈസന്റെ അല്ലെങ്കിൽ ഒരു ഹലാലിന്റെ
ഉപകാരം പോലും ഇല്ലാതെ ചടഞ്ഞിരുന്ന് ഞാനെന്തോ സംഭവമാണ്, ഞാനാണ് ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഞാൻ മുൻകാലങ്ങളിൽ എന്തൊക്കെയോ സംഭാവന ചെയ്ത് എന്നുള്ള ആ തള്ളലും തള്ളി ഇതിനകത്ത് ഇരിക്കുന്നത് ഈ പ്രസ്ഥാനത്തെ കൊല്ലുന്നതിന്റെ വിയോജിപ്പും വേദനയും സങ്കടവും മാത്രമാണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. അതുകൊണ്ട് എന്നെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത് ഞാൻ പറഞ്ഞതെന്ന് അവസാനമായിട്ട് സൂചിപ്പിക്കുക. ബാക്കി കാര്യങ്ങൾ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ വൈകുന്നേരമോ അല്ലെങ്കിൽ നാളെയോ ഇതിന്റെ ഫുൾ റിസൾട്ട് വന്നതിന് ശേഷം എവിടെയൊക്കെ എങ്ങനെയൊക്കെ പാർട്ടിക്ക് കോട്ടങ്ങൾ സംഭവിച്ചിട്ടെന്നും ഏതൊക്കെ നേതാക്കന്മാരുള്ള സ്ഥലത്താണ് പാർട്ടി പരാജയപ്പെട്ടതെന്നും ആ പരാജയപ്പെടുന്ന സ്ഥലത്ത് BJP ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ അല്ലെങ്കിൽ STP ആണോ കടന്നു കയറിയത് എന്നൊക്കെ പരിശോധന ശേഷം വിശദമായിട്ട് പറയുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് നാഷണൽ കോൺഗ്രസ്.